തന്നെ ആരാ വിളിച്ചത്? ആരും വിളിച്ചില്ല. ഇത് ഓമനക്കുട്ടന്റെ കല്യാണമാണെങ്കിൽ ഒരു ഉരുള കഴിക്കാനുള്ള അർഹത എനിക്കുണ്ട്. അത് ക്ഷണിച്ചിട്ട് വരുന്നവർക്ക്. ഊരും പേര് അറിയാൻ പറ്റും തന്നെ ആരാണോ കല്യാണത്തിന് ക്ഷണിക്കുന്നത്? ഈ ഇരിക്കുന്ന എത്ര പേരുടെ ഊരും പേരും നിങ്ങൾക്കറിയാം. അപ്പൊ ഇത് ഊരും പേരും അറിയാത്ത ആൾക്കാർക്ക് ഉണ്ണാനുള്ള പന്തിയാണ്. ചുമ്മാ വായടിക്കുക സാമ്പാർ വഴി. അല്ലപ്പാ ഇങ്ങനെ ഇയാളെ പിടിച്ച് പുറത്തേക്ക് എഴുതാക്കടോ. ഇങ്ങോട്ട് എഴുതാ. ഇങ്ങോട്ട് എന്തൊരു പിള്ളേർ ഇവിടെ ഇങ്ങോട്ട്. വരൂ. ഈ അസമയത്ത് ഉപദ്രവിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ഞാൻ നാളെ മടങ്ങിപ്പോവാണ്. അമ്മയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. ക്ഷമ പറയേണ്ടത് ഞാനാണ് കുട്ടി. എന്റെ മകളുടെ കല്യാണത്തിന് വന്നിട്ട് മാന്യമായി എനിക്കൊന്ന്. അമ്മ വിഷമിക്കണ്ട. ഊട്ടിയിൽ പോയാലും ഈ ലോകം മുഴുവൻ കീഴടക്കിയാലും എനിക്ക് ഈ വീട്ടിൽ അതിനുള്ള അർഹതയുള്ളൂ. അടിച്ചു തളിക്കാരി ജാനകിയമ്മയുടെ മകന് അതിനുള്ള യോഗ്യതയില്ലേ ഉള്ളൂ. പ്രഭാകര. എന്തോ? കണ്ടോ? ഇല്ല. കാണുന്നില്ലേ? വേണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. കുഞ്ഞെ, വേദനിപ്പിക്കരുത് കേട്ടോ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണണമെന്നോ ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഒരിക്കലെങ്കിലും വന്നൊന്ന് കാണണമെന്ന്. അനാഥാലയങ്ങൾക്കും സ്കൂളുകൾക്കും കൊടുത്ത വകയിൽ ഒരു 2000 രൂപ സംഭാവന അടിച്ചുതളിക്കാരി ജാനകിയമ്മയ്ക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട്. എന്നെ പ്രസവിച്ചതിന് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ സംഭാവന. പക്ഷേ അതിന് പരസ്യമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങയുടെ പ്രശസ്തിയുടെ മുന്നിൽ എൻ്റെ അമ്മ ഒരവകാശവാദവും ഉന്നയിച്ചിട്ടില്ല. അമ്മ എന്നെ പഠിപ്പിച്ചത് അച്ഛൻ നല്ലവനാണെന്നാണ്. പക്ഷെ അച്ഛൻ എന്ന വാക്കിനോട് തന്നെ എനിക്ക് വെറുപ്പാണ്. ഒരിക്കൽ പരസ്യമായി അച്ഛാന്ന് വിളിച്ചുകൊണ്ടാണല്ലോ എൻ്റെ അമ്മയ്ക്ക് എന്നെയും കൊണ്ട് നാട് വിടേണ്ടി വന്നത്. ഞാൻ ഇറങ്ങുന്നു. എഴുന്നേറ്റോ? എനിക്കിനി അധിക നാളുണ്ടെന്ന് തോന്നുന്നില്ല മോനെ. നിനക്കിനി അച്ഛനോടൊപ്പം കഴിഞ്ഞൂടെ? എന്തിന്? ഇനിയുള്ള കാലമെങ്കിലും ആകെയുള്ളൊരു മകന്റെ പരിചരണം അച്ഛൻ ആഗ്രഹിക്കുന്ന തെറ്റാണോ? ഒരിക്കലുമല്ല. പക്ഷെ ഇനിയുള്ള കാലം ആ മകൻ അച്ഛനൊരു ബാധ്യതയായാലോ? 40ാമത്തെ വയസ്സിലാണ് അങ്ങയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അടുത്ത 2 വർഷത്തിനുള്ളിൽ എന്റെയും കാഴ്ച നഷ്ടപ്പെടുമെന്നാണ് എന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. ഇതേപോലൊരു കൊട്ടാരം ഞാനും ഊട്ടിയിൽ പണിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാം. ഇതേപോലൊരു ഇരിപ്പിടം ഞാനും തയ്യാറാക്കിയിട്ടുണ്ട്.
ഇനിയുള്ള കാലം എനിക്കും ഇതുപോലെ ഒറ്റയ്ക്കിരിക്കാം. അച്ഛൻ അച്ഛൻ കരയരുത്. ഒരിക്കലും ഞാൻ കാരണം എന്റെ അച്ഛൻ വേദനിക്കരുതെന്ന് എന്റെ അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്റെ കണ്ണിൽ ഇരട്ട് കയറുന്ന ഓരോ നിമിഷവും ഞാൻ സന്തോഷിക്കുകയാണ് അച്ഛാ. എന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള ഏക തെളിവ് അത് മാത്രമല്ലേ ഉള്ളൂ. മോനെ, എന്തോ അമ്മയ്ക്ക് അച്ഛനെ വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പൊ എനിക്കും. ഞാൻ യാത്ര ചോദിക്കുന്നില്ല. ഞങ്ങളും കൂടെ വരട്ടെ? എങ്ങോട്ട്? ചേട്ടൻ പോകുന്നിടത്തേക്ക്. വേണ്ട, നിങ്ങളെല്ലാം കൊച്ചുകുട്ടികളല്ലേ. നാളെ പഠിച്ച് വലിയ ആൾക്കാരായിട്ട് നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് അങ്ങോട്ട് വരണം. അല്ല, മക്രോണിയോടെ? മക്രോണി എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? ഇതോ? നേരെ നേരുന്നില്ല. ഇനി പറയില്ല. മക്രോണി കെട്ടാൻ പിടിച്ചിട്ട് എത്ര ചെറുപ്പത്തില്ലേ. ഇനി മക്രോണി ചേട്ടന് നല്ലൊരു ഉമ്മ വരണം. ഉമ്മതാ അവരോടെ പോയി നല്ല മെടുക്കാണ്ട് കളിക്കണം കേട്ടോ. അച്ചോ, ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ നന്മ ഉദ്ദേശിച്ച് ദയവായി അച്ഛനത് വാങ്ങണം. കുഞ്ഞെ, ഇത്ര ഭീമമായൊരു തുക അല്ലച്ചോ. ഒരു ജീവിതത്തിനുള്ളിൽ എനിക്ക് ചെയ്യാവുന്ന വളരെ ചെറിയൊരു സഹായമായിട്ട് കരുതിയാൽ മതി. നിനക്ക് നന്മ വരട്ടെ കുഞ്ഞെ. പോകുന്നതിന് മുമ്പ് എന്നെ കാണാൻ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനെടുക്കുന്ന സ്വാതന്ത്ര്യം തെറ്റിദ്ധരിക്കുകയില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജീവിതം ഒറ്റയ്ക്ക് ജീവിച്ചു തീർക്കാനുള്ളതല്ല. ഇപ്പോൾ ആവശ്യമില്ലെന്ന് തോന്നുമെങ്കിലും ജീവിതത്തിന്റെ സായാഹ്ന വേളയിൽ ഏതിനും തുണയ്ക്കൊരാൾ വേണം. പ്രത്യേകിച്ച് നിനക്ക്. വേണ്ടച്ചോ, ആർക്കും ഒരു ബാധ്യതയാവാൻ പാടില്ല. ഇരുട്ടിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴാൻ പോകുന്ന എന്നെ. അവിടെയാണ് ഈ പ്രകാശത്തിന്റെ ആവശ്യം. ഇരുട്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കടന്നു വരാൻ പ്രകാശം തയ്യാറായാലോ? അല്ലെങ്കിൽ തന്നെ ഇരുട്ടിലല്ലേ കുഞ്ഞെ വെളിച്ചത്തിന് അർത്ഥമുള്ളൂ. അച്ഛൻ എന്താ ഈ പറയുന്നത്? അകത്തേക്ക് ചെന്ന് നോക്കൂ. അനുകൂലമായൊരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ മറ്റൊരു ജീവിതം കൂടി നിനക്ക് രക്ഷിക്കാൻ കഴിയും. രോഹിണി, അന്നൊരു നാളിൽ മാലാഖ വന്നു അവളുടെ മേൽ തൊട്ടു
തലോടി അന്നു വസന്തം പൂ കൊണ്ടു മൂടി അന്നു വസന്തം പൂ കൊണ്ടു മൂടി വനദേവതയായി അവളോ വനദേവതയായി